വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 30-ാം തിരുവചനം. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്ന് പൂർണ്ണതയാണ്. പൂർണ്ണരാകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും ആ പൂർണ്ണതയിലേക്ക് എത്തിപ്പിടിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. എപ്രകാരമാണ് നമുക്ക് പൂർണ്ണരാകാൻ പറ്റുക? നാം ഒക്കെ ചെയ്യുന്ന ഓരോന്നിനോടും, അത് ജോലിയിടങ്ങളാവാം, കുടുംബജീവിതമാവാം, വ്യക്തിബന്ധങ്ങളാവാം, അവിടെയൊക്കെ ആത്മാർത്ഥത പുലർത്തുന്നവർക്ക് മാത്രമാണ് പൂർണ്ണത പ്രാപിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ആത്മാർത്ഥതയില്ലാത്ത എല്ലാ ഇടങ്ങളും അപൂർണം തന്നെയാണ്. നമുക്ക് ധ്യാനിക്കേണ്ടത് നാമൊക്കെ ഇന്ന് പ്രകടിപ്പിക്കുന്ന സ്നേഹവും ശുശ്രൂഷകളും കടമകളുമൊക്കെ എത്രമാത്രം പൂർണ്ണത അവകാശപ്പെടാനുള്ളതാണ്. പലപ്പോഴും സ്വാർത്ഥമായിട്ട് ചിന്തിക്കുന്നവരാണ് ചുറ്റുവട്ടങ്ങളിൽ കൂടുതൽ പേരും. എൻ്റെ നേട്ടത്തിനു വേണ്ടി, എൻ്റെ മഹത്വത്തിനു വേണ്ടി അപ്രകാരമുള്ള കർമ്മങ്ങളിൽ പോകുന്ന ഒരുപാട് പേരെ നാം കാണുന്നുണ്ട്. നമ്മളെ ദൈവം ഇന്ന് ഓർമ്മിപ്പിക്കുന്നു, നിസ്വാർത്ഥമായി എല്ലാ സ്വാർത്ഥമോഹങ്ങളും വെടിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്ന കർമ്മങ്ങൾ ചെറുതോ വലുതോ ആയാലും അവിടെയൊക്കെ തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുമ്പോൾ നിന്നെ പ്രതി സ്വർഗം ആനന്ദിക്കും. സ്നേഹമുള്ളവരെ, നമുക്കും പൂർണ്ണതയിലേക്ക് വളരാം. ദൈവാരാധന പോലും അപ്രകാരമാവണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ നമുക്ക് സ്നേഹിക്കാം. ആ സ്നേഹത്തിലേക്ക് വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ഇന്നലകളുടെ പടവുകളിൽ എവിടെങ്കിലുമൊക്കെ ആത്മാർത്ഥത നഷ്ടമായ ഇടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് ആത്മാർത്ഥമായ ദൈവത്തോട് മാപ്പപേക്ഷിക്കാം. എല്ലാം പൊറുക്കുന്ന, എല്ലാം ക്ഷമിക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്നിരുന്നു കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും പൂർണ്ണതയിലേക്ക് കരം പിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.